നമുക്ക് അമൃതപ്പൊടി വെച്ച് എങ്ങനെ പുട്ടുണ്ടാക്കാമെന്ന് നോക്കാം അല്ലേ. നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് റെസിപ്പി പറഞ്ഞു തരാം കേട്ടോ. അതിനായിട്ട് നമുക്ക് അമൃതപ്പൊടി വേണം. പിന്നെ അമൃതപ്പൊടി ഞാൻ ഒരിത്തിരി ഉപ്പിട്ടിട്ട് നല്ലോണം വെള്ളത്തിൽ നനച്ചെടുക്കാം. ഒരിത്തിരി നനവ് കൂടി നിന്നോട്ടെ, എന്നാലും നല്ല സോഫ്റ്റ്. പിന്നെ ഒരു നുള്ളു ഉപ്പ് പൊടി ഇടാം, നല്ല സോഫ്റ്റിന്. നല്ലോണം ഇങ്ങനെ പുട്ടിന് കുഴക്കണ പോലെ കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് തേങ്ങ ചിരണ്ടിയത് ഇത്രയും മതി. പിന്നെ നമുക്ക് പുട്ടിൻ്റെ മറ്റേ കുടമൊന്നല്ല കേട്ടോ, കുക്കറിൻ്റെ മുകളിൽ മറ്റേ പുട്ട് കാണാൻ വെക്കണതാണ് ഇങ്ങനത്തെ. അതിങ്ങനെ കുക്കറുമേക്ക് ഇങ്ങനെ വെക്കില്ല, അങ്ങനത്തെ. ഞാൻ വെള്ളം അടുപ്പത്ത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആവി നല്ലോണം വന്നു. ഇനി നമുക്ക് അതിലേക്ക് ഇത് വയ്ക്കാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങ ചെട്ടിയിട്ടാണ് കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക, അമൃതപ്പൊടി. അമൃതപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും അമൃതപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി മുകളിൽ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ അടച്ച് വെക്കാൻ നല്ലത്. അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. ഇത് ചെരിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം പോകാണ്ടിരിക്കാൻ ഞാൻ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് വെറുതെ ഇരിക്കാൻ വേണ്ടി. അപ്പോൾ ആവി ശരിക്കും നല്ലോണം കിട്ടി വെന്തോളും. ഈ അമൃതപ്പൊടി നല്ല പോഷകമുള്ളതാണ് കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞു പിള്ളേർക്ക് 6 മാസം തൊട്ട് കൊടുക്കണതാണ് കേട്ടോ ഈ പൊടി. ഗോതമ്പ്, പിന്നെ കടലപ്പരിപ്പ്, നീലക്കടല, സോയ, പഞ്ചസാര അതൊക്കെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കണം കേട്ടോ. ഗോതമ്പ് 45%, കടലപ്പരിപ്പ് 15%, നീലക്കടല 10%, സോയ 10%, പഞ്ചസാര 20%. ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഈ പൊടി ഉണ്ടാക്കണം. നല്ല ടേസ്റ്റാണ്, അതേപോലെ ഹെൽത്തിയാണ്, നല്ല സോഫ്റ്റാണ്. എന്തുണ്ടാക്കിയാലും നല്ല രസമാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കുറുക്കിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല അവർക്ക് രണ്ടാൾക്കും, പിള്ളേർക്ക്. പിന്നെ ഇതൊക്കെ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടാക്കാം. പിന്നെ പുട്ടിലുണ്ട്, പുട്ടാണ് നമ്മൾ ഉണ്ടാക്കണേ. പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടാക്കാം. പിന്നെ വേറെ എന്തോ അട ഉണ്ടാക്കാം. പിന്നെ വേറെന്തോ ഒരു മിഠായി പോലെ എന്തോ ഉണ്ടാക്കാം. പിന്നെ കുറുക്ക്, മെയിനായിട്ട് കുഞ്ഞു പിള്ളേർക്ക് കുറുക്കല്ല നമ്മൾ അത് ഉണ്ടാക്കാം. ഇത് നല്ലതാണ് കേട്ടോ, നല്ല പൊടിയാണ്. ഇതിപ്പോൾ വീട്ടിൽ കുഞ്ഞു വാവകളുണ്ട് അവിടെ വീട്ടിൽ. അപ്പോൾ അവർക്ക് ടിങ്സാണ്, അപ്പോൾ അത്രയും വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് അമ്മ ഇവിടെ പിള്ളേർക്ക് തന്നയച്ചതാണ് 2 പാക്കറ്റ് പൊടി. ഇത് ഈ പൂരക പോഷകാഹാരം 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്നതാണ്. അമൃതം പൊടി ആവശ്യാനുസരണം ചൂട് പാലിലോ വെള്ളത്തിലോ നല്ലവണ്ണം കലക്കി ചെറു ചൂടിൽ വേവിച്ച് കുഴമ്പ് രൂപത്തിൽ കുഞ്ഞുങ്ങൾക്ക് നൽകാം. ആവശ്യമെങ്കിൽ തേനോ പഴവർഗ്ഗങ്ങളോ ചേർക്കാം. ഇതുപയോഗിച്ച് കുട്ടികൾക്ക് വിവിധ തരം പലഹാരം ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ടുള്ളത് എഴുതിയിട്ടുണ്ടെങ്കിൽ പാക്ക് ചെയ്ത് 3 മാസത്തിനുള്ളിൽ ഉപയോഗിക്കുന്നത് ഉത്തമം. കവർ പൊട്ടിച്ചയുടൻ തന്നെ പൊടി വൃത്തിയുള്ളതും വായ് കടക്കാത്തതുമായ പാത്രത്തിലാക്കി ശുചിത്വമുള്ളതും നനവില്ലാത്തതുമായ സ്ഥലത്ത് സൂക്ഷിക്കുക. അപ്പം നല്ലതുപോലെ കെയർ ചെയ്ത് വെക്കേണ്ട പൊടിയാണത്. നല്ല പൊടിയാണ് കേട്ടോ. അപ്പം നമുക്ക് പുട്ടുണ്ടാക്കാം. അതപ്പോൾ ആവിയിലിരുന്ന് വേവട്ടെ കേട്ടോ. വെന്ത് കേട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ പുട്ട് നല്ലതുപോലെ ആവി കൊണ്ട് വെന്തിട്ട് നമുക്ക് ഇങ്ങനെ കുത്തി സൈഡിലേക്ക് ഇടാം കേട്ടോ. ഇതാണ് നമ്മുടെ അമൃതപ്പൊടി പുട്ട്. സൂപ്പറാണ്, നല്ല സോഫ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കുഞ്ഞുവാകളുള്ള വീടുകളിലൊക്കെ അമൃതപ്പൊടി കിട്ടുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, പുട്ടൊക്കെ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ്.
ഹെൽത്തിയാണ്, എല്ലാവരും ഹെൽത്തായിട്ടിരിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.